ഹലോ ഫ്രണ്ട്സ്, ഇതൊരു പുതിയ വീഡിയോ ആണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മളെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഒത്തിരി പേർ. അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണ് ഒരു ഫിലിം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുറേ സ്റ്റുഡൻസ് അവർ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അവരുടെ മനസ്സിലൊക്കെ കുറേ കഥകളുണ്ട്, അതെല്ലാം ഷോർട്ട് ഫിലിം ആക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിം എടുക്കേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. അപ്പം എനിക്കാണെങ്കിൽ കുറച്ച് ഫിലിം ഫീൽഡിലും കുറേ ഷോർട്ട് ഫിലിം എടുക്കുന്നവരുമായിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം പല ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഞാൻ പോയിട്ടുണ്ട്. എങ്ങനെയാണ് അവർ കഥ എഴുതുന്നത്, എങ്ങനെയാണ് തിരക്കഥ എഴുതുന്നത്, എങ്ങനെയാണ് സംഭാഷണം എഴുതുന്നത്, ഇത് എങ്ങനെയാണ് അത് ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു 50% 60% ധാരണയുണ്ട് നമുക്ക്. അപ്പം ഈ ഒരു നോളേജ് ഇപ്പം വളർന്നു വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പലർക്കും അറിയത്തില്ല എങ്ങനെയാണെന്ന്. അവരുടെ മനസ്സിൽ കഥ കാണും, അവർ എഴുതിയിട്ടുണ്ടായിരിക്കാം കഥ, പക്ഷെ അതും കൊണ്ട് നമുക്കൊരു ഷോർട്ട് ഫിലിം ആക്കാൻ പറ്റില്ല. അതിനൊരു ഒരു സ്ട്രക്ചറുണ്ട്. അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു A4 ഷീറ്റ് പേപ്പറാണ്, ഇതിലാണ് നമ്മൾ കഥ എഴുതുന്നത്. അപ്പം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള കഥ, അത് എഴുതുക. അതായത് ചുമ്മാ മനസ്സിലുള്ള എന്താണ് നിങ്ങളുടെ കഥ എന്നുള്ളത് വെറുതെ ഒരു ഷീറ്റിലോട്ട് എഴുതുക. അപ്പം ഞാനിതിവിടെ ഒരു ചെറിയൊരു ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയും ഇതിൻ്റെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയും ഒരു ചെറിയൊരു ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഇത് ഈ കഥയും തിരക്കഥയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണിത്. അപ്പം ഇത് എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലോക്ക്ഡൗൺ കാലത്ത് 2 കൂട്ടുകാർ ഹോസ്റ്റലിൽ അകപ്പെട്ടു പോകുന്നു. ഒരു പണിയുമില്ലാതെ അവർ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഇവർക്കും ഷോർട്ട് ഫിലിം എടുക്കുന്നതിൽ മുൻപരിചയമില്ല. അവർ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് സെർച്ച് ചെയ്യുന്നു. ആ യൂട്യൂബിൽ കണ്ട ഐഡിയ ഒക്കെ വെച്ച് അവർ ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് നമ്മുടെ കഥ. അതായത് ഒരു ലോക്ക്ഡൗൺ കാലത്ത് 2 സ്റ്റുഡൻസ് ഒരു ഹോസ്റ്റലിലോ ഒരു വീട്ടിലോ എല്ലാം അകപ്പെട്ട് പോവുകയാണ്. ഒരു പണിയില്ല, അവർ ഫ്രീ ആണ്. അവരുടെ ആ ഫ്രീ ടൈം അവർ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ അവരൊരു ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ഇവർക്ക് ഷോർട്ട് ഫിലിം എടുത്ത പരിചയമോ അല്ലെങ്കിൽ സിനിമ ലൊക്കേഷനിൽ കണ്ടിട്ടുള്ള പരിചയമോ അങ്ങനെ ഒന്നുമില്ല. അപ്പം അവർ 2 പേരും കൂടെ തീരുമാനിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് അവൈലബിൾ ആണല്ലോ, യൂട്യൂബിൽ പോയിട്ട് എങ്ങനെയാണ് ഷോർട്ട് ഫിലിം എടുക്കുന്നതെന്ന് പഠിച്ചിട്ട് ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഇതാണ് നമ്മുടെ കഥ. അപ്പം ഇതാണ് കഥ. ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതും കൊണ്ടൊരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു ഫിലിമോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് കഥയുടെ ഔട്ട്ലൈൻ മാത്രമാണുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോഴാണ് അടുത്തത് തിരക്കഥയാണ് അടുത്തതായിട്ട് വരുന്നത്. തിരക്കഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ സീനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് ഈ ഒരു ചെറിയ കാര്യം, ഈ എഴുതി വെച്ചിരിക്കുന്ന കഥ ഈ 1, 2, 3 സീനായിട്ട്. അപ്പം വലിയൊരു സിനിമ ആകുമ്പം സീൻ്റെ നമ്പർ കൂടും. ഷോർട്ട് ഫിലിം ആകുമ്പം സീൻസിൻ്റെ നമ്പർ കുറയും. മനസ്സിലായോ? അപ്പം നമ്മൾ തിരക്കഥ എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെയും അടുത്തൊരു A4 ഷീറ്റ് എടുക്കും, ഒരു മാർജിൻ ഇടും. എന്നിട്ട് ഇങ്ങനെ ഒരു മാർജിൻ ഇട്ടിട്ട് കണ്ടോ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് സീൻ 1, സീൻ 2, സീൻ 3 എഴുതുന്നത്. ഇവിടെ സീൻ 1ൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ എഴുതി വെക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു സീൻ 1 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വായിക്കാം. ഇത് സീൻ നമ്പർ 1. അപ്പം സീൻ നമ്പർ 1 എന്ന് നമ്മൾ ഇവിടെ എഴുതും.
ഇത് ഇപ്പൊ ഇത് ഡേ സീനാണ്. അപ്പം ഡേ, പിന്നെ ഇന്റീരിയർ. ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് സീൻ നമ്പർ 1 ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്താണ് ഈ ഷൂട്ടിംഗ് നടക്കേണ്ടത്. ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അകത്താണ് സംഭവം ഷൂട്ട് ചെയ്യുന്നത്. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തായിട്ടുള്ള ഷൂട്ടിങ്ങിനാണ് എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. അപ്പം സീൻ നമ്പർ 1 നേരം 11:30 AM. അലങ്കോലപ്പെട്ട് കിടക്കുന്ന മുറി. ടേബിളിൽ അലാറം ക്ലോക്ക് വെച്ചിരിക്കുന്നു. ഒഴിഞ്ഞ ബിയർ കുപ്പികൾ ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്നു. അതിൽ ഒരു പഴയ കട്ടിൽ കിടന്നുറങ്ങുന്ന 2 ചെറുപ്പക്കാർ. 2 പേരും രാവിലെ എണീക്കുന്നു. ഇതാണ് സീൻ നമ്പർ 1. അതായത് സീൻ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉച്ച സമയമായി. ഉച്ച സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉറക്കം എണീക്കുന്ന 2 ആൾക്കാർ, ചെറുപ്പക്കാർ. അപ്പോൾ അവരുടെ നമ്മൾക്കൊക്കെ അറിയാം, ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഒരു ബാച്ചിലർ ഒരു താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നീറ്റായിട്ടൊന്നുമല്ല കിടക്കുന്നത്, ഫുൾ അലങ്കോലപ്പെട്ട് കിടക്കും. അതുകൊണ്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒഴിഞ്ഞ ബിയർ കുപ്പികൾ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നു. പിന്നെ അലങ്കോലപ്പെട്ട കിടക്കുന്ന മുറി. ഇതാണ് സീൻ നമ്പർ 1. അപ്പം നമുക്ക് ഒരാൾക്ക് ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും ഈ ഒരു സീൻ ഡേ ടൈമിലാണ് എടുക്കേണ്ടത്, ഇത് ഇന്റീരിയറിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് സീൻ നമ്പർ 1 എഴുതിയിരിക്കുന്നത്. ഓക്കെ. അതുപോലെ സീൻ നമ്പർ 2, സീൻ നമ്പർ 3, സീൻ നമ്പർ 4 അങ്ങനെ എഴുതാം. അപ്പോൾ ഞാൻ ഒരു സീൻ നമ്പർ 2 കൂടെ എഴുതിയിട്ടുണ്ട്. സീൻ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ എക്സ്റ്റീരിയർ, അതായത് ഡേ ടൈമാണ്, വീടിൻ്റെ പുറത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, അതാണ് എക്സ്റ്റീരിയർ. 2 ചെറുപ്പക്കാരും വീടിൻ്റെ മുറ്റത്തിരുന്ന് ചായ കുടിക്കുന്നു. അവർ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് സീൻ നമ്പർ 2. അപ്പം ഈ ഒരു സീൻ ഇത് വെച്ചിട്ട് ആണെങ്കിലും നമുക്ക് സിനിമയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ എടുക്കാൻ പറ്റത്തില്ല. സംഭാഷണവും പശ്ചാത്തലവും വേണം, എന്നാലേ ഇത് ഷോർട്ട് ഫിലിം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്തിനാണ് ഈ കഥേനെ ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് ബ്രേക്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പം ചിലപ്പോൾ ഒരു വലിയൊരു സിനിമയ്ക്കാണെങ്കിലും 10, 40, 45 അല്ലെങ്കിൽ 60 സീനുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിം ആണെങ്കിൽ ആദ്യം തന്നെ ഈ ആദ്യത്തെ ഫസ്റ്റ് സീൻ എടുക്കണമെന്നില്ല. ചിലപ്പം ഒരു 40ാമത്തെയോ അല്ലെങ്കിൽ 60ാമത്തെയോ സീനായിരിക്കും ആദ്യത്തെ ദിവസം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റിനോട് ഇപ്പം 40ാമത്തെ സീൻ എടുക്കുന്നെങ്കിൽ 31ാമത്തെ സീൻ വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് അപ്പം ആ ക്രൂവിന് മനസ്സിലാവും എന്തായിരുന്നു പ്രീവിയസ് ആയിട്ടുള്ള സംഭവം നടന്നിരുന്നത്. അതനുസരിച്ച് അവർക്കപ്പോൾ ഈസി ആയിരിക്കും. അത് തന്നെയല്ല, ഈ ഒരു കഥാകൃത്തിനോ അല്ലെങ്കിൽ ഇത് വായിച്ചു നോക്കുന്ന ആൾക്കോ ഓരോ സീൻ വായിക്കുമ്പോഴും മനസ്സിലാവും, ഓക്കെ എന്തായിരിക്കും അടുത്തത്, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന് മുമ്പ് നടന്നിരുന്നത്, എന്തായിരിക്കണം അതിൻ്റെ മൂഡ്. അതൊക്കെ ഇതൊരു ഫീച്ചറാണ്. ഇത് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പം ഇതാണ് തിരക്കഥ എഴുതുന്നത്. മനസ്സിലായല്ലോ? ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സീൻ നമ്പർ 1 ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നേരം 11:30. അലങ്കോലപ്പെട്ട് കിടക്കുന്ന മുറി. കുപ്പികൾ ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്നു. അതിൽ ഒരു പഴയ കട്ടിൽ ഉറങ്ങുന്ന 2 ചെറുപ്പക്കാർ. 2 പേരും രാവിലെ എണീക്കുന്നു. അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മൂഡ് മനസ്സിലാവും. അപ്പം ഒരു കഥാകൃത്തിന് ആ ഒരു എഡിറ്റിംഗ്, അതായത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണുന്ന ഒരു ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇതിനകത്ത് പിന്നെ കൂടുതൽ ഇനി സംഭാഷണവും പശ്ചാത്തലവും എഴുതുമ്പോൾ ഇതിനകത്ത് കൂടുതൽ ആൾക്കാരുടെ പേര് വരും. 2 ചെറുപ്പക്കാരനെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ, ചെറുപ്പക്കാരുടെ പേരില്ല. ഇവർ തമ്മിലുള്ള സംഭാഷണം കാണും. പിന്നെ ഈ മുറി എങ്ങനെ കിടക്കണം,
അതിൻ്റെ ഡീറ്റെയിലിംഗ് കാണും. അതൊക്കെ അടുത്ത സ്റ്റേജ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സംഭാഷണവും പശ്ചാത്തലവും എഴുതുന്ന ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേറൊരു പേജ് എടുക്കുക. അത് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനൊരു മാർജിൻ ഇടുക. ഓക്കെ, നമ്മളിങ്ങനെ മടക്കി ഇങ്ങനൊരു മാർജിൻ ഇടുക. ഓക്കെ, ഈ മാർജിൻ എല്ലാം നമ്മൾ ഇവിടെ കാര്യങ്ങൾ എഴുതാനുള്ളതാണ്, അതിന് ചുമ്മാ മാർജിൻ ഇടുന്നതല്ല. പിന്നെ ഇത് രണ്ടായിട്ട് മടക്കുക, ഈ പേജ് രണ്ടായിട്ട് മടക്കുക. കണ്ടോ, ഇവിടെ ഒരു മാർജിന്, ഇതിനെ രണ്ടായിട്ട് തിരിക്കുക. അപ്പം നമ്മുടെ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം എഴുതുന്നത്, ഇവിടെ സംഭാഷണം എഴുതുന്നതാണ്. ഓക്കെ, ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഈ സീൻ നമ്പർ 1ൻ്റെ തന്നെ പശ്ചാത്തലവും സംഭാഷണവും ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെയാണ്. സീൻ നമ്പർ 1, ഡേ എക്സ്റ്റീരിയർ, അതായത് ഡേ ടൈമിലാണ്, എക്സ്റ്റീരിയറിലാണ്, നമുക്കതറിയാം. നേരം ഉച്ചയാകുന്നു. സൂര്യപ്രകാശം ജനാലകളിലൂടെ മുറികളിലേക്ക് പ്രവേശിക്കുന്നു. ആകെപ്പാടെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന മുറിയിൽ ഒരു അലമാര, ഒരു മേശ, 2 കസേര, മുറിക്ക് സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ ബിയർ കുപ്പികൾ, ടേബിളിൽ കഴിച്ചിട്ട് വെച്ചിരിക്കുന്ന പ്ലേറ്റ്, സ്നാക്സ്, ഗ്ലാസ്. കട്ടിലിൽ 2 കൂട്ടുകാർ കിടന്നുറങ്ങുന്നു. രമേശ്, സുരേഷ്. അപ്പം അവരുടെ പേരാണ് രമേശ്, സുരേഷ്. രമേശ് സുരേഷിനെ കാലുകൊണ്ട് തൊഴിച്ചിട്ട്, എടാ സുരേഷ് എണീക്കടാ, നേരം വെളുത്തു. അപ്പം സുരേഷ്, ഒന്ന് പോടാ, ഇപ്പം എണീറ്റിട്ട് എന്നാത്തിനാ, കൊറോണയെ പിടിക്കാൻ പോകുന്നു. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലം വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ എന്താണ് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ സംഭാഷണം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് കറക്റ്റായിട്ടുള്ള ഡയലോഗുകൾ പറയേണ്ടത്. അതായത് ഒരു നാച്ചുറാലിറ്റി ഉള്ള ഡയലോഗ്സൊക്കെ എഴുതുക. അപ്പം ഈ സൈഡിൽ ഉള്ളതാണ് കറക്റ്റായിട്ട് ഡയലോഗ്. ഇത് വായിക്കുന്ന ആർക്കാണെങ്കിലും എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ആ മുറിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, കട്ടിലിൻ്റെ പൊസിഷൻ എവിടെ ആയിരിക്കണം, ഈ ആർട്ടിസ്റ്റുകളുടെ പേരെന്താണ്, ഇവർ പറയുന്ന ഡയലോഗ്സ് എന്താണ്, ഇതെല്ലാം ഇതിനകത്ത് എഴുതിയിരിക്കണം. മനസ്സിലായോ? ഇതാണ് സീൻ നമ്പർ 1. അപ്പം ഇനിയിപ്പം നമ്മൾ 2 സീനാണ് നമ്മൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടിരിക്കുന്നത്. ഒന്ന് ഡേ ടൈമിലും ഇൻറ്റീരിയറിലും, ഒന്ന് ഡേ ടൈമിൽ എക്സ്റ്റീരിയർ. അപ്പം ഡേ ടൈം എക്സ്റ്റീരിയറിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം. 2 ചെറുപ്പക്കാരും വീടിൻ്റെ മുറ്റത്ത് നിന്ന് ചായ കുടിക്കുന്നു. അവർ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പം ഇതിൻ്റെ തിരക്കഥയാണ് നമ്മളിപ്പോൾ സംഭാഷണമാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പം അതിൻ്റെ സംഭാഷണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം അതുപോലെ പേപ്പർ എടുക്കുക, മാർജിൻ ഇടുക, രണ്ടായിട്ട് തിരിക്കുക. അതിൽ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ പശ്ചാത്തലം നമ്മൾ എഴുതുന്നു, ഇവിടെ സംഭാഷണം എഴുതുന്നു. ഇതിനകത്ത് സീൻ നമ്പർ 2, ഡേ എക്സ്റ്റീരിയർ. പശ്ചാത്തലം: രമേശും സുരേഷും ചായ കുടിച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തിരിക്കുന്നു. രമേശ് ചായ ഒരു സിപ്പ് കുടിച്ചിട്ട് താഴെ വെച്ചിട്ട് സുരേഷിനോട്, എടാ കുറേ നാളായല്ലോ ചുമ്മാ ഇരിക്കുന്നു, എന്തെങ്കിലും കാര്യമായി ചെയ്യണം. സുരേഷ് മുറ്റത്തോട്ട് നീട്ടി തുപ്പിയിട്ട്, ശരിയാ, ഒരു ഷോർട്ട് ഫിലിം എടുത്താലോ? സുരേഷ് രമേശിനെ തിരിഞ്ഞു നോക്കിയിട്ട്, അതിന് നിനക്ക് ഷോർട്ട് ഫിലിമിൻ്റെ ABCD അറിയത്തില്ലല്ലോ. അപ്പം സുരേഷ് തോർത്തുമുണ്ട് തലയിൽ കെട്ടിക്കൊണ്ട്, അതിനല്ലേടാ നമ്മുടെ സ്വന്തം യൂട്യൂബ്. 2 പേരും അകത്തേക്ക് ഓടുന്നു. ഇതാണ് സീൻ നമ്പർ 2. അപ്പം നോക്കുവാണെങ്കിൽ ഇത് എക്സ്റ്റീരിയറിലാണ്, പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം വീടിൻ്റെ പുറത്ത് 2 പേരും ഇരിക്കുന്നു. അവരുടെ 2 പേരുടെ പേര് രമേശും സുരേഷ് ആണ്. 2 പേരും ചായ കുടിച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തിരിക്കുവാണ്. അപ്പം
നമ്മുടെ രമേശ് ഇങ്ങനെ ഒരു ചായ ഒരു സിപ്പ് എടുത്ത് താഴെ വെച്ചിട്ട് സുരേഷിനെ നോക്കി പറയാണ്, എടാ കുറേ നാളായാലോ ചുമ്മാ ഇവിടെ ഇരിക്കുന്ന, എന്തെങ്കിലും നമുക്ക് കാര്യമായി ചെയ്യണം. അപ്പം രമേശ് ഇങ്ങനെ മുറ്റത്തോട്ട് ഒരു തുപ്പൊക്കെ തുപ്പി നമ്മുടെ സുരേഷിനോട് പറയുക, ശരിയാ ഒരു ഷോർട്ട് ഫിലിം എടുത്താലോ. അപ്പം രമേശ് തിരിഞ്ഞു നോക്കിയിട്ട്, അതിന് നിനക്ക് ഷോർട്ട് ഫിലിമിന്റെ ABCD പോലും അറിയത്തില്ലല്ലോ. അപ്പം സുരേഷ് തലയിൽ ഇങ്ങനെ തോർത്തുമുണ്ടൊക്കെ കെട്ടി ഇട്ട് പറയാണ്, അതിനല്ലടാ നമ്മുടെ സ്വന്തം യൂട്യൂബ്. അങ്ങനെ ഇത് രണ്ടും പറഞ്ഞിട്ട് രണ്ടുപേരും വീടിനകത്തോട്ട് കയറിപ്പോകുന്ന സീൻ വരുമ്പോൾ നമ്മൾ കട്ട് പറയും. അപ്പോൾ സീൻ നമ്പർ 2 അവിടെ കംപ്ലീറ്റ് ആയി. അപ്പം ഇങ്ങനെയാണ് കഥ, തിരക്കഥ, സംഭാഷണം നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ സംഭാഷണം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ പശ്ചാത്തലവും സംഭാഷണം എഴുതിയേക്കുന്നത് ഇത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇത് കൃത്യമായിട്ട് കഥാകൃത്ത് എന്താണെന്ന് പറയുന്നത് മനസ്സിലായി ഡയറക്റ്റ് ചെയ്ത് ഷോർട്ട് ഫിലിം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇത് കഴിയുമ്പോഴാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് ഒരു സീക്വൻസിൽ എടുക്കേണ്ട കാര്യമില്ല. അപ്പം സീൻ നമ്പർ 10 ആയിരിക്കും ആദ്യം എടുക്കുന്നത്. ഷോർട്ട് ഫിലിമിൻ്റെ കേസിലാണെങ്കിൽ കുറച്ച് സീൻസേ കാണത്തുള്ളൂ. ഒരു 8 or 9 ആയിരിക്കും ആദ്യം എടുക്കുന്നത്. അത് കഴിഞ്ഞായിരിക്കും സീൻ നമ്പർ 2 എടുക്കുന്നത്, അല്ലെങ്കിൽ 3 എടുക്കുന്നത്, അല്ലെങ്കിൽ 1 എടുക്കുന്നത്. ഇതിൻ്റെ ഓർഡർ ഒന്നുമില്ല. അവസാനം നമ്മൾ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് വീഡിയോ ഇതെല്ലാം കൂടെ നമ്മൾ ഓർഡറിലാക്കുന്നത്. മനസ്സിലായോ? പിന്നെ അപ്പം ഇതാണ് നമ്മുടെ എങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിം എടുക്കേണ്ടതെന്ന്. ഇതിപ്പം ഈ സിനിമ ഫീൽഡിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മിക്കവാറും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നത് ഇതിലൊന്നും നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാരുമായിട്ടോ ഒന്നും ബന്ധമില്ല. പക്ഷെ അവർക്ക് ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള നമ്മുടെ സ്റ്റുഡൻസ്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പ്രയോജനപ്പെടും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇനിയിപ്പം ഇതിൻ്റെ എങ്ങനെയാണ് ബഡ്ജറ്റിങ്ങും, ഇതിൻ്റെ ആർട്ടിസ്റ്റുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.